إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾക്ക് വിധേയമായി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഓരോരുത്തരോടും ഏറെ ഗൗരവത്തോടു കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ കൽപ്പനകളും വിധികളും എല്ലാം ജീവിതത്തിൽ പാലിച്ച് നാളെ മരണാനന്തര ജീവിതത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്ന നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മാസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മാസം കഴിഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന മാസം അതിലേറെ പുണ്യമുള്ള വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞു നൽകിയ പരിശുദ്ധ റമദാനിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശഅബാൻ എന്ന മാസം അത് റമദാനിലേക്ക് വേണ്ടി ഒരുങ്ങുവാനുള്ള മാസമായിട്ടാണ് നാം അതിനെ കാണേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ഒരു ഹദീസിൽ കാണാം, കാന അംർ ഇബ്നു ഖൈസ് റഹിമഹുല്ലാഹ് ഇദാ ദഖല ശഅബാൻ അഗ്ലക തിജാറതുഹു وتفرعوا لقراءة القرآن وكان يقول طوبى لمن أصلح نفسه قبل رمضان. അംർ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ശഅബാൻ മാസം ആയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കച്ചവടം, എൻ്റെ ബിസിനസ്, അങ്ങനെയുള്ള എല്ലാം ഞാൻ നിർത്തിവെക്കുകയും
പരിശുദ്ധ ഖുർആൻ പാരായണത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന്. കാരണം അത് റമദാനിന് മുമ്പ് എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുവാനും നന്നാക്കിയെടുക്കുവാനും വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് അംർ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. അതൊരു ഒരുക്കമാണ്. റമദാനിൻ്റെ മുന്നോടിയായി പരിശുദ്ധ റമദാനിന് വേണ്ടിയുള്ള മനസ്സിനെ നിരതമാക്കുവാൻ വേണ്ടി കൂടുതൽ അമലുകളിലേക്ക് ഒരു ഒരുക്കം, അങ്ങനെയായിരുന്നു സ്വഹാബികളെന്ന് ധാരാളം റിപ്പോർട്ടുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ قال الإمام ابن رجب الحنبلي رحمه الله لما كان شعبان قال مقدمة لرمضان شرح فيه ما يشرح في رمضان من صيام وقراءة القرآن ليحصل ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ള പറയുകയാണ്, ഷഅബാൻ ആയി കഴിഞ്ഞാൽ ആ ഷഅബാൻ എന്നത് അത് പരിശുദ്ധമായ റമദാനിൻ്റെ മുഖദ്ദിമയാണ് എന്ന് പറഞ്ഞാൽ ഒരു മുഖവുരയാണ്. അതുകൊണ്ട് തന്നെ റമദാനിൽ നിയമമാക്കപ്പെട്ട ശറഹാക്കപ്പെട്ട നോമ്പ്, അതുപോലെ ഖുർആൻ പാരായണം തുടങ്ങിയ ഇബാദത്തുകൾ അത് ശഅബാനിലായാലും നിയമമാക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ റമദാനിനെ വരവേൽക്കാനുള്ള അതിനുള്ള തയ്യാറെടുപ്പിനും മനസ്സുകൾ ആ ഇബാദത്തുകളാൽ റഹ്മാനായ അള്ളാഹുലേക്ക്, റബ്ബിലേക്ക് എല്ലാ നിലക്കും ഒതുങ്ങുവാൻ വേണ്ടി ആ നിലക്ക് അതിലേക്ക് ഒരുങ്ങുമായിരുന്നു എന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെയായിരുന്നു മുൻഗാമികളൊക്കെ റമദാനിൻ്റെ തൊട്ടു മുമ്പത്തെ മാസമായ ശഅബാൻ മാസത്തെ കണ്ടിരുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ എത്ര കണ്ട് ആ പരിശുദ്ധ റമദാനിലേക്ക് ഒരുങ്ങിയിട്ടുണ്ട് എന്നതിനെ കുറിച്ചൊരു ആത്മവിചാരണ നമുക്കുണ്ടായിരിക്കണം. നമ്മളെക്കാളും എത്രയോ 10 മടങ്ങ് കർമ്മങ്ങൾ കൊണ്ട്, ഇബാദത്തുകൾ കൊണ്ട് മുകളിലാണ് നമ്മളെ മുൻഗാമികൾ. അവരുടെ എത്രയോ താഴെയാണ് നമ്മളൊക്കെ ഉള്ളത്. എന്നിട്ട് പോലും ആ റമദാൻ നമ്മുടെ തൊട്ട് മുമ്പിലെത്തിയിട്ട് നമ്മൾ എത്ര കണ്ട് അതിന് ഒരുങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വീടും നമ്മുടെ പള്ളിയും മറ്റു സ്ഥാപനങ്ങളൊക്കെ നമ്മൾ പൊടി തട്ടി നമ്മളൊക്കെ റെഡിയാക്കി വെക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ഹൃദയത്തെ ആ നിലക്ക് അഴുക്കുകളിൽ നിന്ന്, പൊടിയിൽ നിന്ന് നന്നാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നത് ഈ ഒരു സമയത്ത് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഷഅബാനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ഷഅബാനുമായി ബന്ധപ്പെട്ട് ധാരാളം അനാചാരങ്ങൾ നമ്മുടെ നാടുകളിൽ കാണുന്നുണ്ട്. ഷഅബാൻ 15 കഴിഞ്ഞാൽ ആ 15-ന് എന്തെങ്കിലും പ്രത്യേകതകൾ ഇസ്ലാം കൽപ്പിക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഷഅബാൻ 15 രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് പാപമോചനം നൽകുമെന്ന ഹദീസുകൾ കാണാൻ സാധിക്കും. അബീ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നല്ലാഹ ലയത്തലി ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാന ഫയഗ്ഫിറു ലിജമീഇൽ ഖൽഖി ഇല്ലാ ലിമുശ്രികിൻ ഔ മുശാഹിൻ. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു നിവേദിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ശഅബാൻ പകുതിയുടെ രാവിൽ എന്ന് പറഞ്ഞാൽ ശഅബാൻ 15-ന്റെ ആ രാവിൽ അള്ളാഹുവിന്റെ അടിമകളിലേക്ക് അവൻ നോക്കുകയും എന്നിട്ട് അള്ളാഹുവിന്റെ മുഴുവൻ സൃഷ്ടികൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആ സൃഷ്ടികളുടെ പാപങ്ങൾ അത് പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്നാണ്. ആർക്കൊഴികെ? ഇല്ലാ ലിമുശ്രികിൻ ഔ മുശാഹിൻ, മുശ്രിക്കായ ശിർക്ക് ചെയ്തു പോയ ആളുകൾക്കൊഴികെ, അതുപോലെ തന്നെ മുശാഹിനായ ആളുകൾക്കൊഴികെ. ഈ 2 വിഭാഗം ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല.
മറ്റൊരു ഹദീസിൽ കാണാം അൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യത്ലു അല്ലാഹു ഇലാ ഖൽഖി ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാന ഫയഅഫിറു ലിജമീഇൽ ഖൽഖി ഇല്ലാ ലിമുശ്രികിൻ ഔ മുശാഹിൻ. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു എന്ന ഹദീസും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശഅബാൻ 15 രാവിൽ അല്ലാഹു അവന്റെ സൃഷ്ടികളിലേക്ക് നോക്കുകയും എന്നിട്ട് മുശ്രിക്കായ ആളിനും മുശാഹിനായ ആളിനും ഒഴികെയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ സൃഷ്ടികൾക്കും അവൻ പുറത്തു കൊടുക്കുമെന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു അസീർ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, അൽ മുശാഹിൻ, മുശാഹിൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹുവൽ മുആദി. മുശാഹിൻ എന്ന് പറഞ്ഞാൽ മനസ്സിൽ ശത്രുതയും പകയും ഉള്ള ആൾ. മനസ്സിൽ ശത്രുതയും പകയും ഒക്കെ ഉള്ള ആളുകൾക്ക് ഒഴികെ, അതുപോലെ മുശ്രിക്കായ ആളുകൾക്ക് ഒഴികെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശഅബാൻ 15 കഴിഞ്ഞാൽ അവന്റെ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കും, മാപ്പാക്കി കൊടുക്കുമെന്നാണ്. قال أوزاعي رحمه الله أراد بالشاهين هؤلاء هو صاحب البدع منافق لجميع الأمة. ഇമാം ഔസാഇ റഹിമഹുല്ലാഹ് പറഞ്ഞു, മുശാഹിൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം മുസ്ലിം പൊതുസമൂഹത്തിൽ നിന്ന് ഭിന്നിച്ചു നിൽക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഭിന്നിച്ചു നിൽക്കുന്ന ബിദ്അത്തുകാരായ ആളുകൾ അവരാണ് എന്നും ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ കാണാൻ സാധിക്കും. എന്തായാലും മുശ്രിക്കായ ആൾ അല്ലെങ്കിൽ മുശ്രിക്കായ ആളിനും ശത്രുതയും പകയും വെച്ച് പുലർത്തുന്ന ആളുകൾക്കും ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല എന്നാണ്. അതുപോലെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഇന്നല്ലാഹ യസ്തലിഉ അലാ ഇബാദിഹി ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാന ഫയഗ്ഫിറു ലിൽമുഅ്മിനീന വയുംലി ലിൽകാഫിർ വയദഉ അഹ്ല ഹിഖ്ദിഹിം ഹത്താ യദഉ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല ശഅബാൻ പകുതിയായി കഴിഞ്ഞാൽ 15 രാവായി കഴിഞ്ഞാൽ തന്റെ അടിമകളിലേക്ക് നോക്കുകയും എന്നിട്ട് സത്യവിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയും ചെയ്യും. കാഫിറുകൾക്ക് അവരുടെ അവധി നീട്ടിക്കൊടുക്കുകയും ആ കാഫിറുകളായ ആളുകൾ അല്ലെങ്കിൽ പരസ്പരം പകയും വിദ്വേഷമൊക്കെ വെച്ച് പുലർത്തുന്ന ആളുകൾ അവർ അത് ഒഴിവാക്കുന്നത് വരെ അല്ലാഹു അവർക്ക് നീട്ടിക്കൊടുക്കും. അത് ഒഴിവാക്കിയാൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരിഗണിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അവരെ പരിഗണിക്കുകയില്ല എന്നാണ്. ഈ ഹദീസിനെ കുറിച്ച് ഖാല ശൈഖ് അൽബാനി റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, ഹദീസുൻ സ്വഹീഹ്. ഹദീസ് എന്താണ്? സ്വഹീഹാണ്. റൂവിയ അൻ ജമാഅത്തിൻ മിൻ സ്വഹാബത്തി മിൻ തുറൂഖി മുഖ്തലിഫത്തിൻ യശുദ്ദു ബഅദുഹാ ബഅദൻ വഹും മുആദ് ബിൻ ജബൽ വഅബൂ സൽഅബ الخشني وعبد الله ابن عمر رضي الله عنه وأبي موسى الأشعري رضي الله عنه وأبي هريرة رضي الله عنه وأبي بكر رضي الله عنه ابن مالك وعائشة رضي الله عنها. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് പറയാണ്, ഈ ഹദീസ് സ്വഹീഹാണ്. വ്യത്യസ്ത പരമ്പരകളിലൂടെ ഒരു പറ്റം സ്വഹാബിമാരിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ടുകൾ പരസ്പരം മറ്റൊന്നിനെ ബലപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ്. എന്നിട്ട് ആ റിപ്പോർട്ടുകൾ ആ ഹദീസുകൾ റിവായത്ത് ചെയ്ത ആളുകൾ അദ്ദേഹം ഉദ്ധരിക്കുക, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, അബൂ സഅലബ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു, അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹ എന്നീ ആളുകളാണ് ഈ ഹദീസുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വഹാബിമാരിൽ നിന്ന് വന്ന ഈ ഹദീസുകൾ സ്വഹീഹാണ് എന്നതാണ്. ശഅബാൻ 15 ആകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിലേക്ക് നോക്കുകയും എന്നിട്ട് എല്ലാ അടിമകൾക്കും
അള്ളാഹു അവരുടെ പാപങ്ങൾ മാപ്പാക്കി കൊടുക്കും. അതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് കാഫിറുകളായ ആളുകൾ, മുശ്രിക്കുകളായ ആളുകൾ, അതുപോലെ തന്നെ പകയും വിദ്വേഷവും വെച്ച് പുലർത്തുന്ന ആളുകൾ, വിദ്വേഷം ചെയ്യുന്ന ആളുകൾ, ഇത്രയും ആളുകൾ അള്ളാഹു മാറ്റി നിർത്തും. അവർക്ക് സമയം നീട്ടിക്കൊടുക്കും. അതിൽ നിന്ന് എന്നാണ് മോചിതനാകുന്നത് അതുവരെ, അല്ലെങ്കിൽ അവരെ പരിഗണിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യങ്ങൾ ആ ഒരു പാപമോചനത്തിൽ പെടുന്ന ആളുകൾ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടായിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്നത് മനുഷ്യരുടെ കർമ്മങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്നൊരു മാസമാണ് എന്ത്? ശഅബാൻ മാസം. അത് ശഅബാൻ മാസത്തിന്റെ പ്രത്യേകതയായി കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചതാണ്. അതുപോലെ തന്നെ റമദാൻ കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ചിരുന്ന മാസമാണ് എന്നതും നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചു. അതുപോലെ ശഅബാൻ 15 രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് പാപമോചനം നൽകുന്നു. ഇത് ശഅബാൻ മാസത്തിന്റെ പ്രത്യേകതയായി നമ്മൾ മനസ്സിലാക്കണം. ഇനി ശഅബാൻ മാസത്തിലെ അനാചാരങ്ങൾ, ധാരാളം അനാചാരങ്ങളുണ്ട്. ഒന്ന്, ശഅബാൻ 15 തന്നെ ഇദാ കാന ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാന ഫഖൂമു ലൈലത വസൂമു നഹാറഹ. ശഅബാൻ 15 രാവ് ആയി കഴിഞ്ഞാൽ അതിന്റെ രാത്രിയിൽ നിന്ന് നമസ്കരിക്കുന്ന ആളുകൾ, അതിന്റെ ആ രാത്രിയിൽ നിന്ന് നമസ്കരിക്കുക, അതിന്റെ പകലിൽ നിങ്ങൾ നോമ്പെടുക്കുക എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട്. ഈ ഹദീസിനെ കുറിച്ച് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം. അതിന്റെ സനദ് ദുർബലമാണ്, കെട്ടിയുണ്ടാക്കപ്പെട്ടതാണ് എന്ന് ഇമാം അൽബാനി റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാൻ സാധിക്കും. അങ്ങനെ ഒരു ഹദീസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സനദ്, അതിന്റെ പരമ്പര കൃത്യമായി വന്നിട്ടില്ല എന്നതാണ്. മാത്രമല്ല, അതാനി ജിബ്രീലു അലൈഹി വസലാം ഫഖാല ഹാദിഹി ലൈലത്തു നിസ്ഫി മിൻ ശഅബാൻ വല്ലാഹി ഫീഹാ ഉതഖാഹു മിനൻ നാർ ബിഅദദി ശുഹൂരി ഗനമി ബനി കൽബിൻ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, ഇത് ശഅബാൻ 15 രാവാണ്. ഈ രാത്രിയിൽ ബനൂ ഖൽബ് ഗോത്രത്തിലെ ആടുകളുടെ രോമങ്ങളോളം ആളുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയും അങ്ങനെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിതനാക്കപ്പെടുകയും ചെയ്യുമെന്നാണ്. ഈ ഹദീസിനെ കുറിച്ചും ഇമാം അൽബാനി റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം. ഇത് വളരെ ദുർബലമായ ഹദീസാണ്. ഇങ്ങനെ ഒരു ഹദീസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് വന്നിട്ടില്ല എന്നാണ്. ശഅബാൻ 15 രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കായ ആളുകൾക്കോ, അല്ലെങ്കിൽ പകയും വിദ്വേഷം വെച്ച് പുലർത്തുന്ന ആളുകൾക്കോ, അല്ലെങ്കിൽ വിദ്വത്തുകാരായ ആളുകൾക്കോ അല്ലാത്ത ആളുകൾ, അങ്ങനെ അല്ലാത്ത ആളുകൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്നത് ശരിയായ റിപ്പോർട്ടാണ്. എന്നാൽ ഈ ദിവസം ഏതെങ്കിലും ആരാധനയോ ആഘോഷങ്ങളോ നടത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടില്ല എന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് ദീൻ പൂർത്തിയായതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീൻ നേരിട്ട് കേട്ട് മനസ്സിലാക്കിയ സ്വഹാബികൾ, ആ സ്വഹാബികൾ ശഅബാൻ പ്രത്യേകമായി അതിന്റെ ആഘോഷങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകമായ ആരാധനാക്രമങ്ങൾ നടത്തിയതായി മാതൃകയില്ല എന്നത് നാം മനസ്സിലാക്കണം. ഇനി മാത്രമല്ല, ഷെയ്ഖ് ഇബ്നു റജബ് റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, ശഅബാൻ 15 എന്നത് അത് പുണ്യമായി കരുതലും അത് പ്രത്യേകമായി ആഘോഷങ്ങൾ സംഘടിപ്പിക്കലും ബിദ്അത്താണ്, അത് അനാചാരമാകുന്നു. ഇത് സംബന്ധമായി വന്നിട്ടുള്ള എല്ലാ ഹദീസുകളും എല്ലാം ദുർബലമാണ് എന്നതാണ്. അവയിൽ ചിലതാകട്ടെ വ്യാജമായി ജൂതന്മാരോ അല്ലെങ്കിൽ ഷിയാക്കളോ ഇസ്ലാമിന്റെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ടതാണ് എന്നതാണ് നാം മനസ്സിലാക്കുന്നത്. ഇബ്നു റജബ് റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാൻ സാധിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ശഅബാൻ 15 പ്രത്യേകമായി ഉള്ള നോമ്പ്, ബറാഅത്ത് നോമ്പ് എന്ന പേരിൽ പൊതുവെ നമ്മുടെ ആളുകൾ പറഞ്ഞു വരുന്ന ആ ഒരു നോമ്പ്, അന്ന് ശഅബാൻ മാസത്തിൽ പൊതുവെ പിടിക്കുന്ന ഈ ഒരു നോമ്പിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ കാണാൻ സാധിക്കുകയില്ല. എന്നാൽ
ശഅബാൻ മാസത്തിൽ പൊതുവെ നോമ്പ് പിടിക്കുക എന്നതും ആ ശഅബാൻ മാസത്തിന്റെ ഭൂരിഭാഗം ദിവസങ്ങളും നോമ്പ് പിടിക്കുക എന്നതും സുന്നത്താണ്. ആ ഭൂരിഭാഗം ദിവസം നോമ്പ് പിടിക്കുന്നത് ഇടയിൽ ശഅബാൻ 15 അതിന്റെ ഇടയിൽ വന്നാൽ അത് ബിദ്അത്തല്ല. എന്നാൽ ശഅബാൻ 15 മാത്രമായി ഒരാൾ പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് നോമ്പ് എടുത്താൽ അത് ബിദ്അത്താണ് എന്നതാണ്. അതുപോലെ തന്നെ പൊതുവെ എല്ലാ ഹിജ്റ മാസങ്ങളുടെയും അറബി മാസങ്ങളുടെയും 13, 14, 15 ദിവസങ്ങൾ അയ്യാമുൽ ബീദ് ആ നോമ്പ് ഒരാൾ ഇങ്ങനെ എടുത്തു വരികയാണ്. എല്ലാ അറബി മാസങ്ങളിലും എടുത്തു വരുന്ന ഒരാൾ അയാൾ ശഅബാൻ 15 അന്ന് നോമ്പെടുത്താൽ അത് ബിദ്അത്തല്ല. അത് അന്ന് മാത്രം ഒരാൾ പ്രത്യേക കൽപ്പിച്ചെടുക്കുമ്പോഴാണ് ബിദ്അത്താകുന്നത്. അതുപോലെ തന്നെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നോമ്പിനെ ഹദീസിൽ പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. എന്താണ്? ഒന്ന് ഇടവിട്ട് ഇങ്ങനെ നോമ്പെടുക്കുന്ന ആ ഒരു സുന്നത്ത്. ഒരാൾ ശഅബാൻ 1 മുതൽ ഇങ്ങനെ ഇടവിട്ട് ഇങ്ങനെ നോമ്പെടുക്കുകയാണ്. ആ ഇടവിട്ട് എടുക്കുന്ന ഇടയിൽ ശഅബാൻ 15 വന്നാലും അത് ബിദ്അത്തല്ല, സുന്നത്താണ്. അതുപോലെ തന്നെ ശഅബാൻ 15 മാത്രമായി പ്രത്യേകമായി എടുക്കുന്നതാണ് ബിദ്അത്ത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ശഅബാൻ 15 രാത്രിയിലെ നമസ്കാരം ഹദീസിൽ വന്ന് കാണാം. ഹദീസ് എന്നത് ദുർബലമായ ഹദീസാണ്. യാ അലി മൻ സല്ലൽ ലൈല നിസ്ഫി മിന റകഅതൈനി ബിഅൽഫിൻ ഖുൽ ഹുവല്ലാഹു അഹദ് ഖലല്ലാഹു ലഹു കുല്ലു ഹാജത്തിൻ തലബഹാ തിൽക്കൽ ലൈൽ. അല്ലയോ അലി, ആരെങ്കിലും ശഅബാനിന്റെ 15 രാവിൽ 1000 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് ഓതി 100 റക്അത്ത് നമസ്കരിച്ചാൽ ആ രാത്രിയിൽ അവൻ മുന്നോട്ട് വെച്ച എല്ലാ ആവശ്യങ്ങളും അല്ലാഹു അവന് നിറവേറ്റി നൽകും. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ഈ ഹദീസിനെ കുറിച്ച് പറയാണ്, ഇത് മൗദൂ ആയ ഹദീസാണ്. മൗദൂ ആയ ഹദീസ് എന്ന് പറഞ്ഞാൽ കെട്ടിയുണ്ടാക്കിയ നിർമ്മിതമായ ഹദീസാണ് എന്നാണ്. ഇതൊക്കെ നമ്മുടെ നാടുകളിൽ ഈ ബിദ്അത്തുകൾ കൊണ്ട് നടക്കുന്ന ആളുകൾ തെളിവായി ഉദ്ധരിക്കുന്ന ഹദീസുകളാണ്. അതിന്റെ അവസ്ഥകളാണ് ഈ കോലത്തിലാണ്. ദുർബലമായത്, കെട്ടിയുണ്ടാക്കപ്പെട്ടത്, സനദില്ലാത്തത്, ഇങ്ങനെയൊക്കെയുള്ള തെളിവുകളാണ് അത്തരം ആളുകൾക്കുള്ളത്. അതുപോലെ തന്നെ ചില ആളുകൾ അനുഷ്ഠിച്ചു വരുന്ന ശഅബാൻ 15 രാവിലെ സ്വലാത്ത് അൽഫിയ എന്ന നമസ്കാരം, അങ്ങനെ ഒരു നമസ്കാരം പ്രമാണമായി ഖുർആനിലോ സുന്നത്തിലോ കാണുകയില്ല. അത് ബിദ്അത്താണ്. ശഅബാൻ 15 100 റക്അത്ത് നമസ്കാരം, അതിലെ ഓരോ റക്അത്തിലും 10 വീതം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുകയും അങ്ങനെയുള്ള പ്രത്യേകമായ നമസ്കാരം. ഈ നമസ്കാരത്തെ കുറിച്ച് അബൂ ഉസാമ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം. വസീന ശൈത്താനു ലഹും ജഅലഹ മിൻ അജ്ലിൻ ഷാഇരിൻ മുസ്ലിമീൻ. ഇതെല്ലാം പിശാച് അവർക്ക് സീനത്തായി, അലങ്കാരമായി കാണിച്ചു കൊടുക്കുകയും അവർ അത് മുസ്ലിങ്ങളുടെ അടിസ്ഥാന ആരാധനയുടെ ഭാഗമായി എന്ന നിലക്ക് നിർവഹിച്ചു പോരുകയും ചെയ്യുന്നു എന്നാണ്. അപ്പൊ ശൈത്താൻ ഈ ബിദ്അത്തിന്റെ ഒരു പ്രത്യേകത എന്നതാണ്, പിശാച് അവർ ചെയ്യുന്ന ബിദ്അത്തുകൾ അത് നമസ്കാരത്തിന്റെ രൂപത്തിലായിരിക്കും, അത് ദിക്റിന്റെ രൂപത്തിലായിരിക്കും, നോമ്പിന്റെ രൂപത്തിലായിരിക്കും. ഇങ്ങനെ പുണ്യമാക്കപ്പെട്ട കർമ്മങ്ങളുടെ രൂപത്തിലാണ് ബിദ്അത്തുകൾ വരിക. അത് ചെയ്യുന്ന ആളുകളോ അത് നല്ലതെന്ന നിലക്ക്, ദീനത്തെന്ന നിലക്ക് അവർക്ക് അലങ്കാരമാക്കപ്പെടും, അതിന്റെ പോരിശകൾ ഉണ്ടാകും. ഇതൊക്കെ പിശാച് ശൈത്താൻ അവരിലേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് എന്നതാണ് ഈ ഹദീസിനെ കുറിച്ച് അബൂ ഉസാമ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാൻ സാധിക്കുന്നത്. ഇനി മാത്രമല്ല, ശഅബാൻ 15 രാവിൽ 1000 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തുകൊണ്ടൊരു നമസ്കാരം, ഇത് ശഅബാൻ 15 രാവിന്റെ അതുപോലെ തന്നെ 6 റക്അത്ത് നമസ്കരിക്കുക, അതുപോലെ ശഅബാൻ 15 രാവിൽ സൂറത്തുൽ യാസീൻ പാരായണം ചെയ്യുക, ഇങ്ങനെയൊക്കെ ധാരാളം ബിദ്അത്തുകൾ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. ഇതിനൊക്കെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം.
من قرأ ليلة النصف من شعبان 1000 مرة قل هو الله أحد بعث الله إليه 100,000 ملك يبشرونه. ആരെങ്കിലും ഷഅബാനിന്റെ 15-ാം രാവിൽ 1000 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ അവനിലേക്ക് അല്ലാഹു 1000 മലക്കുകളെ സന്തോഷവാർത്ത അറിയിക്കുന്നവനായി നിയോഗിക്കും. ഇങ്ങനൊരു റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിനെ കുറിച്ച് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞതായി കാണാം, ഈ റിപ്പോർട്ടും മൗദൂആണ്, കെട്ടിച്ചമച്ച ഹദീസാണ്. ഖുർആൻ അവതരിച്ച ഈ പറഞ്ഞ ഹദീസുകളൊക്കെ വിദഅത്തിന്റെ ആളുകൾ കൊണ്ടുവരുന്ന ഇത്തരം ഹദീസുകളൊക്കെ അവസ്ഥകൾ ഇതുപോലെയാണ്. അതുകൊണ്ട് നമ്മൾ ജാഗ്രതയുണ്ടായിരിക്കണം. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ബിദ്അത്ത് കലരാതിരിക്കാൻ നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനങ്ങളാണെങ്കിലും അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടതാണ് എന്ന് ഉറപ്പുള്ളത് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഉറപ്പുണ്ടെങ്കിൽ പ്രവാചകനിൽ നിന്ന് വന്നതാണ് എന്നാൽ അത് തള്ളിക്കളയാനും പാടില്ല, അത് സ്വീകരിക്കുകയും ചെയ്യണം. അങ്ങനെ സുന്നത്തിന്റെ ആളുകളായി ബിദ്അത്തിന്റെ ആളുകളിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകളായി മാറാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇതുപോലെ തന്നെ ശഅബാൻ മാസത്തിൽ ഖുർആൻ അവതരിപ്പിച്ചത് ബറാഅത്ത് രാവിന്റെ അന്നാണ് എന്ന് പറയുന്ന ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ കൃത്യമായി പറഞ്ഞു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ. തീർച്ചയായും നാം അതിനെ ഖുർആനിനെ ഒരു അനുഗ്രഹീതമായ രാത്രിയിലാണ് നാം അവതരിപ്പിച്ചത്. ആ അനുഗ്രഹീതമായ മാസം അതേതാണ്? അതും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഈ ആയത്തിന് ബയാൻ ചെയ്തുകൊണ്ട് ഖുർആനിൽ പറഞ്ഞതായി കാണാം. ഇവിടെ അനുഗ്രഹീതമായ രാത്രി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശഅബാൻ 15 എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്, അങ്ങനെ പറയുന്ന ആളുകൾ. എന്നിട്ട് അന്ന് പ്രത്യേകം ആരാധനകൾ നിർവഹിക്കുന്ന ആളുകൾ. യഥാർത്ഥത്തിൽ ഇത് വിശുദ്ധ ഖുർആനിന്റെ ഖണ്ഡിതമായ തെളിവുകൾക്ക് ഘടകവിരുദ്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഖുർആൻ പറയുന്നത് അതിനെ ഒരു അനുഗ്രഹീതമായ രാവിലാണ് അത് അവതരിച്ചിട്ടുള്ളത്. ആ രാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈലത്തുൽ ഖദ്ർ ആണ് എന്ന് ഖുർആൻ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. തീർച്ചയായും നാം അതിനെ ഖുർആനിനെ അവതരിച്ചത് അത് ഖദ്റിന്റെ രാത്രിയിലാണ്, ലൈലത്തുൽ ഖദ്റിലാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ ഗണ്യമായി പറഞ്ഞതാണ്. അപ്പോൾ ഈ ലൈലത്തുൽ ഖദ്ർ എന്നാണ്, ലൈലത്തുൽ ഖദ്ർ എന്നാണ് എന്ന കാര്യത്തിൽ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാവരും ഏകാഭിപ്രായത്തിലുള്ള കാര്യമാണ്. അത് റമദാനിലാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലാത്തതാണ്. അങ്ങനെ വ്യക്തമായ കാര്യമാണ്. ഖുർആൻ റമദാനിലെ ലൈലത്തുൽ ഖദ്റിലാണ് ഇറങ്ങിയത് എന്ന് വ്യക്തമായി ഖുർആൻ പറഞ്ഞിട്ടും അല്ല, ഖുർആൻ ഇറങ്ങിയത് ശഅബാനിലെ ബറാഅത്ത് രാവിന്റെ അന്നാണ് എന്ന് പറയുന്നതുകൊണ്ട് പല ബിദ്അത്തുകളും ചെയ്യുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി ശഅബാൻ പകുതി പിന്നിട്ട് കഴിഞ്ഞാൽ നോമ്പ് നോൽക്കാൻ പാടില്ല, നോമ്പ് നോൽക്കരുത് എന്ന ഹദീസുകൾ ധാരാളം കാണാൻ സാധിക്കും. ഈ ഹദീസിനെ കുറിച്ച് എന്താണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്? അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ബഖിയ നിസ്ഫുൻ മിൻ ശഅബാന ഫലാ തസൂമു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശഅബാനിലെ പകുതി മാത്രം ബാക്കിയായാൽ നിങ്ങൾ നോമ്പ് പിടിക്കരുത്. അൽബാനി ഈ ഹദീസിന് സ്വഹീഹാണ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ പറഞ്ഞു, അതിന്റെ ഈ പകുതി പിന്നിട്ട് കഴിഞ്ഞാൽ നോമ്പ് പിടിക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ പൊരുൾ എന്താണ്? ശഅബാൻ പകുതിക്ക്
വെച്ചുകൊണ്ട് പകുതിയായി കഴിഞ്ഞാൽ നോമ്പ് നോൽക്കൽ തുടങ്ങരുത് എന്നാണ്. എന്നാൽ ഒരാൾ ശഅബാൻ പൂർണ്ണമായോ അല്ലെങ്കിൽ ഭൂരിഭാഗമായോ നോമ്പെടുത്താൽ അവന് ആ സുന്നത്ത് ലഭിക്കും. ഒരാൾ ശഅബാൻ 1 മുതൽ ഇങ്ങനെ നോമ്പെടുത്ത് വരികയാണ്, അയാൾക്ക് ശഅബാൻ 15-ന് ശേഷം ചെയ്യാം നോമ്പെടുക്കാം. അല്ലെങ്കിൽ ഇടവിട്ട് നോമ്പെടുക്കുകയാണ്, അയാൾക്കും 15 ശേഷം നോമ്പെടുക്കാം. എന്നാൽ ശഅബാൻ 15 മുതൽ പകുതി പിന്നിട്ട് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ നോമ്പെടുക്കാൻ പാടില്ല എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അതുപോലെ തന്നെ ശഅബാൻ ഏറെക്കുറെ പൂർണ്ണമായാൽ നോമ്പെടുക്കണം എന്ന ഉദ്ദേശത്തോടെ നേരത്തെ തന്നെ നോമ്പെടുത്ത് തുടങ്ങുന്ന ആളുകൾ അവർക്കും പകുതി പിന്നിട്ട ശേഷം നോമ്പ് തുടരാവുന്നതാണ് എന്നും നമ്മൾ ഇതിന്റെ വിശദീകരണത്തിൽ കാണാൻ സാധിക്കും. മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണാം, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖദ്ദമന്ന അഹദുക്കും റമളാന ബിസൗമിൻ യൗമി ഔ യൗമൈൻ ഇല്ലാ അൻ യകൂന റജുലുൻ കാന യസൂമു സൗമുഹു ഫല്യസും ദാലിക്കൽ യൗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആരും തന്നെ റമളാനിന്റെ 1-2 ദിവസം മുമ്പ് നോമ്പെടുക്കരുത്. സ്ഥിരമായി അന്നേ ദിവസം സുന്നത്ത് നോമ്പ് പിടിക്കുന്നതാണ് എങ്കിലോ അവന് ആ ദിവസം നോമ്പ് അനുഷ്ഠിക്കാം. സ്ഥിരമായി നോമ്പ് ഇങ്ങനെ എടുത്തു വരുന്ന ആളുകളാണ് എങ്കിൽ റമളാന്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങൾ നോമ്പെടുക്കാം. അല്ലാത്ത ആളുകൾ റമളാന്റെ തൊട്ട് മുമ്പുള്ള 1-2 ദിവസം മുമ്പ് നോമ്പെടുക്കാൻ പാടില്ല എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരാൾ അമൽ വർദ്ധിക്കണം എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ പ്രതിഫലം ധാരാളമായി ലഭിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി അയാൾ ശഅബാൻ ഭൂരിഭാഗം നോമ്പ് അയാൾക്ക് എന്ത് ചെയ്യാം, എടുക്കാം. അങ്ങനെ അവസാനത്തേക്ക് വരികയാണ് എങ്കിൽ അയാൾക്ക് ശഅബാന്റെ അവസാനവും അല്ലെങ്കിൽ പകുതി പിന്നിട്ടാൽ നോമ്പെടുക്കാം. അതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. അതിന് സാധിക്കില്ല എങ്കിൽ, അതിനൊരാൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ അയാൾ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അയാൾക്ക് നോമ്പെടുക്കാം. അതുമല്ലെങ്കിൽ 13, 14, 15 അയ്യാമുൽ ബീദിലും അയാൾക്ക് നോമ്പെടുക്കാം. അപ്പോൾ ഇങ്ങനെ തുടർന്ന് നോമ്പെടുക്കുന്ന ആളുകൾക്ക് അവസാനത്തിൽ പകുതി പിന്നിട്ടാൽ നോമ്പെടുക്കാം. അല്ലാത്ത പകുതിയുടെ ശേഷം മാത്രമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, നോമ്പെടുക്കാൻ പാടില്ല എന്നതാണ് ഈ ഹദീസിലേക്ക് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു ആലം. അല്ലാഹു കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുവാനും സുന്നത്തനുസരിച്ച് ജീവിക്കുവാനും അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, എല്ലാ ബിദ്അത്തുകളിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുന്ന റഹ്മാനെ, സുന്നത്തനുസരിച്ച് ജീവിക്കുന്ന മുവഹ്ഹിദുകളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തുന്ന അല്ലാഹുവേ, ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാവങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരണ റഹ്മാനെ. അല്ലാഹുവേ, ജീവിതത്തിൽ വലുതും ചെറുതുമായ അനേകം പാപങ്ങൾ വന്നു പോയിട്ടുണ്ട്. എല്ലാ പാപങ്ങളും മായ്ച്ചു കളഞ്ഞ് റമളാനിലേക്ക് കൃത്യമായി അമലുകളോടുകൂടി പ്രവേശിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന റഹ്മാനെ. അല്ലാഹുവേ, മാതാപിതാക്കളോട് നന്മ ചെയ്യുന്ന കരുണ കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തുന്ന അല്ലാഹുവേ, സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന അനേകം ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ പ്രയാസങ്ങൾ നീ വിട്ടുപുറത്ത് പ്രയാസങ്ങൾ അവർക്ക് നീ ദൂരീകരിച്ചു കൊടുക്കുന്ന റഹ്മാനെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, അവരുടെ രോഗങ്ങൾ നീ ശിഫ നൽകുന്ന റഹ്മാനെ. വേദനകളും പ്രയാസങ്ങളും എല്ലാം അവർ സഹിക്കുന്ന പ്രയാസങ്ങൾക്കെല്ലാം നീ പ്രതിഫലം നൽകുന്ന റഹ്മാനെ. പകരമായി സ്വർഗം നൽകണേ അല്ലാഹുവേ. നാളെ ഒരു വിഭാഗം ആളുകൾ സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗം ആളുകൾ നരകത്തിലേക്കും പോകുമ്പോൾ സ്വർഗക്കാരുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തുന്ന റഹ്മാനെ. അല്ലാഹുവേ, അർശിന്റെ തണലിൽ ലഭിക്കുന്നവരുടെ കൂട്ടത്തിലും നീ ഞങ്ങൾ ഉൾപ്പെടുത്തുന്ന അല്ലാഹുവേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين.